everyone, welcome to my YouTube channel. So this is Angelina. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ യൂട്യൂബ് ചാനൽ കാണുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് അടിക്കുക. സോ ഞാൻ ഈ വീഡിയോയിൽ ഒരു പാർട്ട് 2 പോലെയാണ് ചെയ്യുന്നത്. മുമ്പ് ഞാനൊരു പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിലത്തെ ടൂൾസ്, ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സപ്ലൈസ് ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ചെറിയൊരു റീക്യാപ്പ് പോലെ ഒരു രീതിയിൽ ഞാനൊരു ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ക്വിക്ക് റെഫറൻസാണ് വേണ്ടത്, അല്ലെങ്കിൽ ലെങ്ത് വീഡിയോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസ് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഓരോ ടൂൾസിൻ്റെയും യൂസേജ് എന്താണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഐവറി പേപ്പറാണ്. ആൻഡ് ഒരു ക്വിക്ക് കമ്പാരിസണാണ്. നോർമൽ പെൻസിലും ഞാൻ എന്തുകൊണ്ടാണ് പിറ്റ് ഗ്രാഫൈറ്റ് പെൻസിൽ യൂസ് ചെയ്യുന്നുള്ളൊരു കമ്പാരിസണാണ് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം നോർമൽ പെൻസിൽ വെച്ചിട്ട് ഒരു ഷെയ്ഡിങ് ചെയ്യുകയാണ്. അതേപോലെ പിറ്റ് ഗ്രാഫൈറ്റ് മാറ്റ് പെൻസിൽ വെച്ചിട്ട് വേറൊരു ഷെയ്ഡിങ് ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡിങ് തമ്മിൽ എന്തുകൊണ്ടാണ് ഞാൻ പിറ്റ് ഗ്രാഫൈറ്റ് മാറ്റ് പെൻസിൽ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ റിഫ്ലക്ഷനാണ്. നോർമൽ പെൻസിൽ ഇപ്പോൾ കാണുന്നത് പോലെ ഇങ്ങനെ റിഫ്ലക്ഷൻ വരും. ലൈറ്റിലോ നമ്മളൊരു ഏതൊരു ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ വരും. അപ്പോൾ പിറ്റ് ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഏതൊരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു റിഫ്ലക്ഷൻ കിട്ടത്തില്ല. നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ഡ്രോയിങ് കാണാൻ പറ്റും. ഫസ്റ്റ് ബ്ലെൻഡിങ് ടൂൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബ്രഷസ് ആണ്. ബ്രഷസ് എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബ്ലെൻഡിങ് ടൂളാണ്. ഞാൻ പൊതുവേ കൂടുതലും ബ്രഷസ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഞാൻ ചാർക്കോൾ പൗഡറിലാണ് കൂടുതലും ബ്രഷസ് ഉപയോഗിച്ച് സ്മഡ്ജ് ചെയ്യാനോ ഷെയ്ഡ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്നത്. മറിച്ച് ഞാൻ ഡാർക്കായിട്ട് പെൻസിൽ വരച്ച് അതിലൂടെ ബ്രഷസിൽ കൂടെ ഇങ്ങനെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഇത്തിരി ഹാർഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാർക്കോൾ പൗഡറോ ഗ്രാഫൈറ്റ് പൗഡറോ യൂസ് ചെയ്ത് നമുക്ക് ബ്രഷസ് വെച്ച് അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. ഇതേപോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. എന്ന് പറയുന്നത് പേപ്പർ സ്റ്റംസ് ആണ്. സെയിം ബ്രഷസ് പോലെ തന്നെ ഡിഫറെൻറ്റ് സൈസസ് ഓഫ് സ്റ്റംസ് ഉണ്ട്. നമുക്ക് കടകളൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റംപ് ഉപയോഗിച്ചായാലും നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഗ്രാഫൈറ്റ് പെൻസിൽസ് നമുക്ക് നല്ലോണം സ്മഡ്ജ് നല്ല ഷെയ്ഡിങ്ങിൽ നമുക്ക് ഈ പേപ്പർ സ്റ്റംപ് ചെയ്യാൻ പറ്റും. ചാർക്കോൾ വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ അത്രയും ഒരു ഫ്ലോ വരത്തില്ല. ബട്ട് സ്റ്റിൽ ഗ്രാഫൈറ്റിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചാർക്കോളും ട്രൈ ചെയ്യാം, അതേപോലെ ഗ്രാഫൈറ്റ് ആയിരിക്കും ഇത്രയും കൂടെ ബെറ്റർ ഈ ഒരു പേപ്പർ സ്റ്റംപ് ഉപയോഗിക്കാം.
സോ ദിസ് ഈസ് മൈ വൺ ഓഫ് ദ ഫേവറേറ്റ് ബ്ലെൻഡിങ് ടൂൾ. ഈ മേക്ക് സ്പോഞ്ച് എന്ന് പറയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ബ്ലെൻഡിങ് ടൂളാണ്. അതേപോലെ നിങ്ങൾക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബ്ലെൻഡിങ് ടൂളായിരിക്കും. ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലായി ഇതെൻ്റെ ഫേവറേറ്റ് ആണെന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു റെസിഡ്യൂ ഇല്ലാണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടൊരു ഇപ്പോൾ സ്കിൻ ടോൺ ചെയ്യാനോ അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഷെയ്ഡിങ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ബ്ലെൻഡിങ് ടൂള് അടിപൊളിയായിട്ട് ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഈ വീഡിയോ കാണുന്ന പോലെ ഭയങ്കര നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഷാഡോ ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് നല്ലോണം അച്ചീവ് ചെയ്യാൻ പറ്റും ഈ ഒരു ബ്ലെൻഡിങ് ടൂൾ വെച്ചിട്ട്. സോ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇതാണ് നമ്മളുടെ സ്പോഞ്ച് കുട്ടൻ. സ്പോഞ്ച് സ്റ്റിക്കിങ്ങനെ സ്പോഞ്ചിലിങ്ങനെ ഫിറ്റ് ചെയ്തിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇതെൻ്റെ അത്രയും വലിയ ഫേവറേറ്റ് അല്ല, ബട്ട് ഞാൻ ആദ്യം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മേക്ക് സ്പോഞ്ച് ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചത്. പക്ഷേ കുഴപ്പമില്ല, ബട്ട് നമ്മളൊരു നല്ല നല്ല സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പഴയതധികം യൂസ് ചെയ്യാണ്ട് വരില്ല എന്ന് പറയില്ല, അതേപോലെ ഞാൻ ഇത് അത്രയും നമുക്ക് റിസൾട്ട് തരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ അത് യൂസ് ചെയ്ത് നിർത്തിയെന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇസ് ബഡ്സാണ്. നമ്മൾ വീടുകളിൽ കിട്ടുന്നത് നമ്മൾ സാധാരണ നമ്മുടെ ബഡ്സാണ്. അപ്പോൾ എനിക്ക് പണ്ട് വലിയ ബ്രഷിനെ പറ്റി ഐഡിയ ഇല്ലാത്തപ്പോൾ ഞാൻ മെയിൻലി ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിച്ച ടിഷ്യൂവും അതേപോലെ തന്നെ ഈ ബഡ്സുമാണ് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങളാണ്. പിന്നെ ടിഷ്യൂ സ്റ്റോക്ക് തീർന്നുപോയി, പക്ഷേ ബഡ്സ് ഉണ്ട്. അപ്പോൾ ബഡ്സ് ഞാൻ യൂസ് ചെയ്ത് കുറേ ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ ബഡ്സായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോ പോലെ ഇതേപോലത്തെ ഒരു ബ്ലെൻഡിങ് എഫക്റ്റാണ് ബഡ്സ് വെച്ച് കിട്ടുന്നത്. പക്ഷേ പണ്ട് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നോക്കുക. ഞാൻ ഇപ്പോഴും ചിലപ്പോൾ ചില ഏരിയയിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ബഡ്സ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ എല്ലാ ബ്ലെൻഡിങ് ടൂളും ട്രൈ ചെയ്ത് നിങ്ങളെ ഫേവറേറ്റ് ഉള്ള ബ്ലെൻഡിങ് ടൂള്. സോ വെൽക്കം. നെക്സ്റ്റ് നമ്മുടെ ഇറേസർ ടൂൾസ് ആണ്. സോ ഫസ്റ്റ് വൺ ഇസ് എ നോർമൽ ഇറേസർ. നോർമൽ ഇറേസർ വലിയ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ജസ്റ്റ് മായ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് നോർമൽ ഇറേസർ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഷാർപ്പായിട്ട് മായ്ക്കണമെങ്കിൽ നോർമൽ ഇറേസർ ഉപയോഗിക്കുക. നെഡബിൾ ഇറേസർ എന്ന് പറയുമ്പോൾ ഏതൊരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ പ്രോ ആയിട്ടുള്ള ഏതൊരു ഡ്രോയറിലായാലും കയ്യിൽ നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഭവമാണ് നെഡബിൾ ഇറേസർ. നമുക്ക് ഷെയ്ഡിങ് കുറയ്ക്കാനോ നമുക്ക് ഓരോ പോയിൻ്റ് മായ്ക്കാനോ ഷെയ്ഡിങ് മായ്ച്ച് വരാനോ എന്ത് ചെയ്യാൻ നമുക്ക് നെഡബിൾ ഇറേസർ അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്നൊരു സംഭവം തന്നെയാണ്. എൻ്റെ ഒരു എല്ലാ ഡ്രോയിങ്ങിലും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നെഡബിൾ ഇറേസർ. അപ്പോൾ നിങ്ങളെ ഡ്രോയിങ് അഡ്വാൻസ് ആക്കണമെങ്കിൽ ഈ ഒരു നെഡബിൾ ഇറേസർ മേടിക്കുക. സെയിം വേവ് ലെങ്ത് പോലെ തന്നെ നമ്മുടെ നെഡബിൾ ഇറേസർ പോലെ തന്നെ ഒരു പ്രിഫറൻസും ഇമ്പോർട്ടൻസും ഉള്ളൊരു സംഭവമാണ് ഇലക്ട്രിക്കൽ ഇറേസർ. ഇലക്ട്രിക്കൽ ഇറേസർ ഞാൻ എല്ലാ ഡ്രോയിങ്ങിലും ഉപയോഗിക്കാറുണ്ട്. ആക്ച്വലി ഇറേസറിൽ ഈ 4 സംഭവം ഞാൻ ഓരോ യൂസിനും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ 4 എനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇറേസേഴ്സാണ്. ഈ നോർമൽ ഇറേസർ, നെഡബിൾ ഇറേസർ, ഇലക്ട്രിക്കൽ ഇറേസർ, അതേപോലെ നമ്മൾ ലാസ്റ്റ് വരുന്ന പെൻസിൽ ഇറേസർ. അപ്പോൾ യൂസേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇലക്ട്രിക്കൽ ഇറേസർ എന്ന് പറയുമ്പോൾ അത് റൊട്ടേറ്റിംഗ് അല്ല ഇലക്ട്രിക്കൽ മെഷീനാണ്, ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു പോയിന്റിലും നമുക്ക് അടിപൊളിയായിട്ട് മായ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഇലക്ട്രിക്കൽ ഇറേസർ. കണ്ടോ നിങ്ങൾ കാണാൻ ഡോട്ടായാലും നമുക്കധികം നമ്മുടെ ഹാൻഡ് കൊണ്ട് അധികം വർക്ക് ചെയ്യേണ്ട. ആസ് ഐ ടോൾഡ് യു ബിഫോർ, ഇതാണ് നമ്മളുടെ പെൻസിൽ ഇറേസർ. ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പെൻസിൽ ഇറേസർ എന്ന് പറയുന്നത്. ലൈക്ക് പെൻസിൽ പോലെയാണ്, പെൻസിലിൻ്റെ ഗ്രാഫൈറ്റിന് പകരം ഇറേസർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യാം. ഇതിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ടും അതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ചാർക്കോൾ ബാർ.
ചാർക്കോൾ ബാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ആ ഒരു ഏരിയ പെട്ടെന്ന് ഷെയ്ഡ് ചെയ്ത് കവർ ചെയ്യാനായിട്ട് ചാർക്കോൾ ബാർ വളരെയധികം യൂസ്ഫുൾ ആണ്. വലിയൊരു ഏരിയ ഫുൾ ബ്ലാക്ക് ആക്കണം. പക്ഷേ നമ്മുടെ ചാർക്കോൾ പെൻസിൽ വെച്ച് ടൈം വളരെയധികം നമുക്ക് കൺസ്യൂം ആവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാണ്ട് നമുക്ക് ഈ ചാർക്കോൾ ബാർ യൂസ് ചെയ്താൽ മതി. പെട്ടെന്ന് നമുക്ക് സംഭവം തീർക്കാൻ പറ്റും. അപ്പോൾ ടൈം നമുക്ക് പെട്ടെന്ന് ലാഭിക്കാൻ പറ്റും ഈ ഒരു ചാർക്കോൾ ബാർ ഉപയോഗിച്ച്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആൻഡ് സെയിം വേ ഐ ഹാവ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ചാർക്കോൾ പെൻസിൽസ് എന്നൊരു വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ ഇപ്പോൾ കൂടുതലും ഡ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചാർക്കോൾ പെൻസിൽസ് ആണ്. സോ വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് ചാർക്കോൾ പെൻസിലിൻ്റെ പുറത്തൂടെ വൈറ്റ് ഇട്ടാലും നമുക്ക് ആ ഒരു വൈറ്റീഷ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് ചാർക്കോളിൻ്റെ പൊക്കത്തൂടെ നമ്മൾ വൈറ്റ് സ്ട്രോക്സ് ഇട്ട് ഇപ്പോൾ ഹെയറിനൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് നമുക്ക് നല്ലോണം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ ഗോയ്സ്, ഈ വൈറ്റ് ജെല്ലി റോൾ പെൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് ആണ് നിങ്ങൾ വരയ്ക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായും നല്ല 100% ഉണ്ടാവണം. കാരണം ആ ഒരു റിഫ്ലക്ഷൻ, ആ ഹൈലൈറ്റ്, ഇപ്പോൾ കണ്ണിൻ്റെ തിളക്കം അല്ലെങ്കിൽ ഓരോ റിഫ്ലക്ഷൻ ചെയ്യാനായിട്ട് ഈ ഒരു പേന എന്തായാലും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഈ സംഭവം നിങ്ങളുടെ കയ്യിൽ വേണം, എന്തായാലും മേടിക്കണം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് അടിക്കുക. സോ നെക്സ്റ്റ് ഞാനൊരു വരയ്ക്കുന്ന വീഡിയോയ്ക്ക് ഇടുന്നത് നിങ്ങൾക്ക് റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ ഒരു വീഡിയോ ഒക്കെ അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.